Good afternoon, all of you. അപ്പൊ ഇന്ന് നളനും അരയന്നവും എന്നുള്ള പാഠത്തിലെ ഫസ്റ്റ് മുതൽ ഒന്നുകൂടി പറയാം. ഓക്കെ, എന്താ നമ്മള് പഠിച്ചത്? നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ പങ്കമകന്നൊരു തങ്കം പൊന്നിനൊടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപന് കുതൂഹലമുണ്ടായി വന്നു മനതാലിങ്കൽ കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നെന്താൻ ചെടുതിയുണർന്നു അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതരെ അങ്ങ് പറഞ്ഞു തുടങ്ങി അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ നിന്നുടെ നാടും ധനവും സപതി നശിക്കും അതോർത്തിയിടേണം പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാൻ ഒരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടത് ഭക്ഷിച്ചാലും മതി വരുവോളം ാണ് പറഞ്ഞത് അല്ലെ. നളനും അരയന്നവുമാണ് കഥയുടെ പേര്. അപ്പൊ എന്താ പറഞ്ഞത്? നളിന സരസിനരികെ നല്ലൊരു പുളിനം. നളിന സരസ് താമരപ്പൊയ്ക, നളിനം താമര. അപ്പൊ നല്ലൊരു പുളിനം മണൽത്തിട്ട തന്നിൽ ചെല്ലുന്നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു ഏതിനെ കണ്ടു? കളഹംസത്തെ അല്ലെ, അരയന്നത്തെ. എങ്ങനെയുള്ള അരയന്നത്തെ? അഴകുള്ള അരയന്നത്തെ. കളഹംസം അഴകുള്ള അരയൻ. അപ്പൊ കളഹംസത്തെ കണ്ടാൻ അരജൻ. അരജൻ രാജാവ്. പങ്കമകന്നൊരു തങ്കം പൊന്നിനൊടങ്കം പൊരുതുമൊരംഗപ്രഭയും. എങ്ങനെയാണ്? സ്വർണത്തിനേക്കാൾ പൊന്ന് എങ്ങനെയുള്ളതാണ് പറഞ്ഞേ? പങ്കമകന്നൊരു തങ്കം. പങ്കം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇന്നലെ പറഞ്ഞു തന്നെയാണ്, അഴുക്ക്. അപ്പൊ അഴുക്ക് പുരളാത്ത തങ്കം, മാറ്റു കുറയാത്ത തങ്കം. പൊന്നിനോടംഗം പൊരുതും ഒരു അംഗപ്രഭ. അതിന്റെ അർത്ഥം പുറകെ പറയുന്നുണ്ട്. എന്ത്? സ്വർണത്തിനോട് പൊരുതി ജയിക്കാൻ കഴിവുള്ള ശരീരശോഭ. സ്വർണത്തെക്കാൾ മനോഹരമാണ് ഏതിന്റെ കാന്തി? അരയന്നത്തിന്റെ കാന്തി. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? നൃപന് കുതൂഹലമുണ്ടായി വന്നു. രാജാവിന് സന്തോഷം വർദ്ധിച്ചു. കാരണം എന്താ? കുങ്കുമമുള്ള ചുണ്ടും ചിറകുമാണ് ഏതിൻ്റെത്? ഹംസത്തിൻ്റെത്. തന്റെ സ്വർണവർണ്ണമായ കൊട്ടാരത്തിൽ വസിക്കേണ്ടതാണ് ഈ പക്ഷി. തടാകത്തെ താമരയിലല്ല ഇതിനെ പാർപ്പിക്കേണ്ടത് എന്നാണ് രാജാവ് പറഞ്ഞത് അല്ലെ. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? അടുത്ത പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപന് കുതൂഹലം. കുതൂഹലം എന്ന് പറഞ്ഞ സന്തോഷം. കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ മനസ്സിൽ കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറക്കിക്കൊണ്ടാൻ അരജൻ. അരജൻ എന്ന് പറഞ്ഞ ആരാ? രാജാവ് അല്ലെ. നൃപൻ, അരജൻ, ഇതിൽ ഒരുപാട് വാക്ക് പറയുന്നുണ്ട്. രാജാവ് ചെന്നിഹ തൊട്ടത് നേരം അരയന്നെന്താൻ ചെടുതി ഉണർന്നു. ചെടുതി പെട്ടെന്ന് അല്ലെ, ചെടുതി ഉണർന്നു. എന്ത് പറഞ്ഞു ഉണർന്നിട്ട്? അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരെ അങ്ങ് പറഞ്ഞു തുടങ്ങി. എന്താ പറഞ്ഞത്? പിടിക്കാൻ പോകുമ്പോ എന്ത് വിചാരിച്ചു? തന്നെ കൊല്ലാനാണെന്ന് വിചാരിച്ചു. എന്ത് പറഞ്ഞു? അരയന്നം അരുതരുത്, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു അല്ലെ. തെരുതെരെ തുടർച്ചയായി പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ എന്ത് സംഭവിക്കും? അപരാധത്തെ, അപരാധം എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ് അല്ലെ. തെറ്റ്, കുറ്റം, അതാണ് അപരാധം എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അപരാധത്തെ, തെറ്റ് ചെയ്യാത്തവനെ എന്ത് ചെയ്താൽ? കൃപ കൂടാതെ. കൃപ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദയ അല്ലെ. ദയ കൂടാതെ വധിച്ചാൽ. വധിക്കുക, കേൾക്കുന്നില്ലേ മക്കളെ നിങ്ങൾക്ക്? ഓക്കെ, വധിക്കുക പറഞ്ഞ എന്താ? കൊല്ലുക. ഓക്കെ, അപ്പൊ വധിച്ചെന്നാകിൽ എന്ത് സംഭവിക്കും? നൃപതേ, രാജാവേ, നിന്നുടെ നാടും ധനവും സപതി നശിക്കും അതോർത്തിയിടേണം. അല്ലെ, നാടും ധനവും ഒക്കെ
പെട്ടെന്ന്. സപതി എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, പെട്ടെന്ന് നശിച്ചു പോകും. അത് ഓർക്കണം. എന്ത് ചെയ്താൽ തെറ്റ് ചെയ്യാത്തവനെ വധിച്ചാല്, കൃപ കൂടാതെ ദയയില്ലാതെ വധിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ നാടും ധനവും ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകും. ഇത് ഓർമ്മ വേണം, ഓർത്തിടണം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അപരാധത്തെ, അപരാധം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവനെ, അപരാധം ചെയ്യാത്ത തെറ്റ് ചെയ്യാത്തവനെ കൃപ കൂടാതെ ദയ കൂടാതെ വധിച്ചാൽ എന്ത് സംഭവിക്കും? നൃപതേ, രാജാവേ, നിന്നുടെ നാടും ധനവും, ധനം എന്ന് പറഞ്ഞാലില്ലേ പണം, സപതി നശിക്കും, അതോർത്തിയിടേണം. സപതി പെട്ടെന്ന് നശിക്കും, നശിച്ചു പോകും. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാൻ ഒരു രുചിയുണ്ടെങ്കിൽ, എന്ത് ഹംസം പറയാണ്, പക്ഷികളുടെ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രുചിയുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇക്ഷിതിയിൽ, ഇക്ഷിതി പറഞ്ഞ എന്താണ്? ഇക്ഷിതി, ക്ഷിതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂമിയുടെ പര്യായത്തിൽ നമ്മൾ പഠിച്ചല്ലേ ക്ഷിതി. ക്ഷിതി എന്ന് പറഞ്ഞാൽ നാശം എന്ന് അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ക്ഷിതി ഭൂമിയാണ്, ഭൂമി. ഈ ക്ഷിതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ, ഈ ഭൂമിയില് പല കുക്കുടമുണ്ടത്. കുക്കുടം കോഴി, അർത്ഥം കോഴി. കോഴിയുണ്ട്, പല കുക്കുടം, ഇഷ്ടംപോലെ കോഴികളുണ്ട്. ഭക്ഷിച്ചാലും മതി വരുവോളം, നിങ്ങളുടെ ആശ കെടുന്നത് വരെ, മതി വരുവോളം നിങ്ങൾ എന്ത് ഭക്ഷിക്കണം? കോഴീനെ കൊന്ന് ഭക്ഷിച്ചോ, എന്നെ കൊല്ലരുത് എന്നാണ് ആര് പറയുന്നത്? ഹംസം അല്ലെ. ഓക്കെ, ഇതിനെ പിടിക്കാൻ പോയ സമയത്ത് ഹംസത്തിന്റെ വിചാരം തന്നെ കൊല്ലാനാണ് വരുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് പറയുന്ന അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരെ അങ്ങ് പറഞ്ഞു തുടങ്ങി. എന്തു പറഞ്ഞു പിന്നെ? അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ, അതായത് തെറ്റ് ചെയ്യാത്തവനെ ദയ കൂടാതെ വധിച്ചാൽ എന്ത് സംഭവിക്കും? രാജാവേ, നിങ്ങളുടെ നാടും ധനവും ഒക്കെ പെട്ടെന്ന്, സപതി പെട്ടെന്ന് നശിച്ചു പോകും, അത് ഓർത്തു വെക്കണം എന്ന്. പിന്നെ പക്ഷികളുടെ മാംസം ഭക്ഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചിരിയില്, ഈ ഭൂമിയില് ഇഷ്ടംപോലെ കോഴികളുണ്ട്, കുക്കുടം കോഴി. അപ്പൊ കോഴികളുടെ മാംസം നിങ്ങള് മതിവരുവോളം ഭക്ഷിച്ചോളുക എന്നാണ് പറയുന്നത് അല്ലെ. മനസ്സിലായോ പാട്ട്? ഓക്കെ, അപ്പോ മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇതില് പറഞ്ഞ ഹെവൻ പറയുന്നത്. അവന്റെ ദയ ഭയങ്കര ദയാണ്. നേരം നളിനം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാനരജൻ, പങ്കമകന്നൊരു തങ്കം പൊന്നിനൊടങ്കം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപന് കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കൽ. കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടു പിടിച്ചു മുറക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിഹ തൊട്ടതു നേരം അരയന്നണ്ടാൻ ചെടുതിയുണർന്നു. അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതരെ അങ്ങ് പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നൃപതേ, നിന്നുടെ നാടും ധനവും സപതി നശിക്കും, അതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാൻ ഒരു രുചിയുണ്ടെങ്കിൽ ഈ ചിരിയിൽ പല കുക്കുടമുണ്ടത് ഭക്ഷിച്ചാലും മതി വരുവോളം. ഇതാണ് പറയുന്നത് അല്ലെ. ഓക്കെ, എല്ലാവർക്കും ഈ പാട്ട് മനസ്സിലായോ? ഈ കവിത നളനും അരയന്നവും എന്നുള്ളത് കുഞ്ചൻനമ്പ്യാരുടേത്. ഓക്കെ, മനസ്സിലായോ? ആതിരക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഓക്കെ, ആരോമലിന് മനസ്സിലായി. ഹെവൻ എന്തായി? ഓക്കെ, ജോയൽ വീഡിയോ ഓഫ് ചെയ്തു. ഹരിനന്ദ് മനസ്സിലായി. അർജുൻ പി രാജനും മനസ്സിലായി. ജുവാന ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ജോയൽ രജനോൾ മനസ്സിലായോ എല്ലാവർക്കും? എത്ര പ്രാവശ്യം ഇത് വായിച്ചു ഇന്നലെ വീട്ടിൽ പോയിട്ട്? കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് ഇത് എത്ര തവണ വായിച്ചു? 2 തവണ. ശ്രീവിഷ്ണു ഓക്കെ. നെക്സ്റ്റ് എല്ലാവരും എത്ര പ്രാവശ്യം വായിച്ചു? ഹെവൻ വായിച്ചു 2 തവണ. നെക്സ്റ്റ് ജുവാന വായിച്ചു. ജോയല്
വായിച്ചു. ഹരിനന്ദ് വായിച്ചു 2. അർജുൻ 1. എല്ലാവരും വായിക്കട്ടെ. ഇപ്പൊ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവും. അർജുൻ ഒന്ന് വായിച്ചേ മോനെ. അത് നളനും അരണ്യവും എന്ന പാഠം ഒന്ന് വായിച്ചേ. അർജുൻ ഏത് പാടുന്നാ? ഇപ്പൊ നമ്മൾ ഏത് പാടാ എടുക്കുന്നേ?